ഇതിപ്പോ അറിയാത്തൊരു നമ്പറാണോ? ഹലോ, ആരാണ്? റൂബിയോ? ഇത് ആര് നമ്പറാ? എന്റെ പുതിയ നമ്പറാ? അതെ, നീ ഇപ്പൊ എവിടെയുള്ളത്? ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആടി ഇന്ന വേഗം വായേ. ഇപ്പൊ എവിടെയാണ്? ആണോ? ഞാൻ ഇളയമാനോട് പോയി പറയട്ടെ ഈ വരുന്നുണ്ടെന്ന്. ഇന്ന വേഗം വാട്ടോ. ആ, ശരി. എളേമ, എളേമ, എളേമ. എന്താ സെമിയെ? എന്താ ചിക്കനെ വിളിക്കണ്? പിന്നെ റൂബി വരുന്നുണ്ടത്ര. തന്നെ? റബ്ബേ, നിന്റെ പ്രാർത്ഥന പറിച്ചോൻ കേട്ടതാണ്. നിന്റെ കുട്ടീനെ നിന്റെ മുന്നിക്ക് ഒന്ന് കൊടുന്ന് കാട്ട് റബ്ബേ. ഞാൻ എത്ര ദിവസമായി നേരെ പറിച്ചോനോട് പറയൽ തുടങ്ങിയിട്ട്. ഇന്ന് പറിച്ചോൻ ഞാൻ നിന്റെ വിളി ഒന്ന് കേട്ട്. നിന്റെ കുട്ടീനെ എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ടെന്ന് അറിയോ? ഓൾക്ക് വേണ്ടിട്ടേ ചോർക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കുക. അങ്ങാടി പോയിട്ട് ഞാൻ മീന അല്ലെങ്കിൽ ഇറച്ചി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം. എന്റെ കുട്ടീന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ചോറും കൂട്ടാനൊക്കെ എത്ര കാലമായി തിന്നിട്ട്. നമുക്ക് വേഗം നോക്കെന്നാല്. നീ ഒന്ന് സമാധാനാവി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇപ്പേരിക്ക് പയറുണ്ട് പോരെ? ആ, അപ്പേരി അതൊക്കെ മതി. ഓൾക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാണ്. അപ്പൊ അത് വാങ്ങാം. നമുക്ക് കുറച്ച് പപ്പടും എന്തൊക്കെയാണ് പൊരിക്കും ചെയ്യാ. എനിക്ക് എന്തൊക്കെയാ പറയണ്ടെന്ന് അറിയില്ല. അപ്പയാണെന്നുണ്ടെങ്കിൽ അത് പണിക്കോവും ചെയ്തിക്കണല്ലോ. അപ്പാക്കാണെങ്കിൽ ഇപ്പൊ ഇന്ന് കാണാനും പറ്റാത്തൊരവസ്ഥയായി. അത് സാരില്ല, എന്നാലും ഓള് വന്നേന്ന് അറിയുമ്പോ ഇപ്പാക്ക് നല്ല സന്തോഷാവും. അത് സാരില്ല, എന്നാലും ഇപ്പാനോട് വന്നേന്ന് പറയാലോ നമുക്ക്. വരി, നമുക്ക് വേഗം നോക്ക. ആ, ഞാൻ അത് വരാം. ആ, ഈ പൊന്നുതി എവിടെയാണ്? ഇത്രയും നേരായിട്ട് ഓളെ കാണാനില്ലല്ലോ. നേരെ വൈകുന്നേരം ആയി വരും ചെയ്യാൻ. ഈ കുട്ടിതി എവിടെ? എത്ര നേരായി കാത്തിരിക്കുന്നു ഞാൻ. എന്താണ് ഇവിടെ നിക്കണ്? ഒന്നുമില്ലടി, റൂബിന് കാണാനില്ലല്ലോ. എപ്പ വരാന്ന് പറഞ്ഞതാണ് ഓള്. എത്ര സമയായിന്നറിയാം ഞാൻ നോക്കി നിക്കണ്. ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വെച്ച്. പിന്നെ ആകെ ഒരു സമാധാനം നിക്കാൻ വരികയാണല്ലോ എന്നുള്ളൊരു സമാധാനമാണ് എനിക്ക്. ഒന്ന് ഇത് വന്നാ മതിയായിരുന്നു.